ഇന്നൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. അതായത് നമ്മുടെ കയ്യിൽ മെഷറിംഗ് കപ്പോ മെഷറിംഗ് സ്പൂണോ അതുപോലെ ഓവണോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു സീബ്ര കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ നോക്കാം. ഈ ഒരു കേക്കിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോർ അരിപ്പൊടിയാണ്. പക്ഷേ നമ്മളിത് കുക്കായി വന്നാൽ ഒരിക്കലും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല അരിപ്പൊടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോക്ക് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാ മെഷർമെൻറ്റും എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെടുത്താൽ മതി. ഒരു കേക്കിന് റൈസ് ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം മെഷർമെൻറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ആട്ടയോ അതുപോലെ മൈദയോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. റൈസ് ഫ്ലോർ വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കേക്കാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ കേക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നമ്മൾ ഇടയ്ക്കിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മൈദമാവിലൊക്കെ ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ്സോളം അരിപ്പൊടി. ഇനി ഈ ഒരു സ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇടാതെയുള്ള കേക്ക് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു മെത്തേഡിൽ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ കേക്കിൻ്റെ എല്ലാ വശത്തും എത്തി കേക്കിൻ്റെ എല്ലാ വശവും നന്നായി പൊങ്ങി വരാനും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പം ഞാനിവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാറിലാണ്. അപ്പോൾ മിക്സിയുടെ ജാർ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഓവണും ബീറ്ററൊന്നും ഇല്ലാത്തവർക്കും ഈ ഒരു കേക്ക് ട്രൈ ചെയ്യാം. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ പണി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാനിവിടെ 3/4 ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല മധുരത്തിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഒരു അത്യാവശ്യം നോർമൽ മധുരമാണ് വേണ്ടതെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്താൽ മതിയാകും. ഇനി ഇതിപ്പോൾ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ തരിയൊന്നും കൂടാതെ പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മുട്ട ഞാൻ ഒരു വലിയ സൈസ് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുട്ടയും കേക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ റൂം ടെമ്പറേച്ചറിലാണെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉടനെ കേക്ക് ഉണ്ടാക്കിയാൽ നമ്മളെ കേക്ക് നല്ല ഹാർഡായി മാറും. അപ്പോൾ ഞാൻ 2 മുട്ട വലിയ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസ് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ അതിന് പകരം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റോളം ഞാനൊന്ന് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായി തന്നെ കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ സെയിം ഗ്ലാസ് അളവിൽ തന്നെ 1/4 ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ അല്ലാതെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. മണമില്ലാത്ത ഏത് ഓയിലും നമുക്ക് കേക്കിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 ബാച്ചായിട്ടാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളത് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ കുറേ ഓവർ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വരില്ല. ഇപ്പോൾ മിക്സിയിൽ തന്നെ ഞാൻ ഈ ബാക്ക് സ്പീഡ് അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ കുറേ നേരം ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഇത് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല തിക്കാണെങ്കിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ പാൽ ചേർക്കുമ്പോൾ നമ്മൾ തണുത്ത പാലോ അതുപോലെ ചൂടുള്ള പാലോ ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ബാറ്റർ, ഇതിപ്പോൾ ഏകദേശം 2 ഗ്ലാസ് ബാറ്ററാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ സീബ്ര കേക്കാണ് അഥവാ മാർബിൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പകുതി ബാറ്ററിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് പകുതി ബാറ്റർ മാറ്റി വെക്കുകയാണ്. വാനില ഫ്ലേവറിലുള്ള ബാറ്റർ മാറ്റി വെച്ചു.
ഇനി ഈ സെയിം മിക്സിയിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം ബാക്കിയുള്ള ബാറ്ററിലേക്ക്. ഞാനിവിടെ 2 ടീസ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ സീബ്ര കേക്ക് ആക്കി എടുക്കണ്ട എന്നാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വാനില ഫ്ലേവറിൽ ഇങ്ങനെ തന്നെ സോസ് പാനിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അരിച്ചിട്ടാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത്. നമ്മൾ അരിച്ച് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊക്കോ പൗഡറിലുള്ള കട്ടകളൊക്കെ നന്നായി ഉടഞ്ഞോളും, അല്ലാതെ നമ്മൾ കട്ട കെട്ടിയിരിക്കും കൊക്കോ പൗഡർ എപ്പോഴും. ഇനിയിപ്പോൾ ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ഇതുകൂടി ബാറ്ററിലേക്ക് വരുമ്പോൾ ബാറ്റർ നന്നായി തിക്കാവും, അതിനാണ് ഇങ്ങനെ പാൽ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്ലാസ്സിലോട്ട് ഈ ഒരു ചോക്ലേറ്റ് ബാറ്റർ കൂടി ഒഴിച്ചു മാറ്റാം. ഇപ്പം ഞാനിങ്ങനെ ഗ്ലാസ്സിലാക്കി ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഗ്ലാസ് ചെയ്യുമ്പോഴാണ്, അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒഴിക്കാം. ഞാനിവിടെ പാന് നന്നായി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അടിയിലൊരു നോൺ സ്റ്റിക്ക് താവ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് പാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ പെട്ടെന്നൊന്നും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് അടിയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്രീസ് ചെയ്യുമ്പോൾ സൈഡിലൊന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ കേക്ക് നല്ല ക്രിസ്പിയായി മാറും സൈഡൊക്കെ. അപ്പോൾ നടുഭാഗത്ത് മാത്രം ഗ്രീസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ബാറ്റർ, കുറച്ച് വാനില ബാറ്റർ, പിന്നെ കൊക്കോ പൗഡർ ബാറ്റർ, അങ്ങനെ ഓരോരോ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനിവിടെ വാനില ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ബാറ്ററിൽ മാത്രം കൊക്കോ പൗഡർ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഓരോരോ ലെയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ പാന് കുറച്ച് വൈഡ് ആയതുകൊണ്ട് അധികം തിക്നെസ് ഉണ്ടാവില്ല. അതും 2 മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നാലും നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എക്സ്പയറി ഡേറ്റ് ആവാനായത് ഒരിക്കലും എടുക്കരുത്. നല്ല പുതിയത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വരികയും സോഫ്റ്റ് ആവുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്വയറോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈനായിട്ട് വരും ഇത്. അതുപോലെ തന്നെ ബേക്ക് ചെയ്ത് വരുമ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്ക് ഒരു ചെറിയ ഹോളുണ്ട്, അത് ഒരു ചെറിയൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. എയർ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സും ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 20 മിനിറ്റ്സ് എങ്കിലും കഴിയാതെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. അപ്പോൾ നടുവശം കുഴിഞ്ഞിട്ടാണ് ഇരിക്കുക കേക്കിൻ്റെത്, പിന്നെ അത് പൊങ്ങി വരില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെയിം ബാറ്റർ നിങ്ങൾക്ക് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് വെക്കുമ്പോഴത്തേക്കും ബേക്കായി കിട്ടും, പ്രീ ഹീറ്റഡ് ഓവനിൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഉപ്പിട്ടിട്ടും അല്ലാതെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് റെസിപ്പിയെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ബിഗിനേഴ്സിനും ഒക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേക്കാണെന്നൊക്കെ ഇതിൻ്റെ ഡിസൈൻ കണ്ടാലൊക്കെ തോന്നും, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കേക്ക് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. കണ്ടില്ല, അത്യാവശ്യം നല്ല തിക്നെസ്സിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പാന് കുറച്ച് വൈഡ് ആയതുകൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ പാൻ എടുക്കുകയാണെങ്കിൽ ഇതിലും നല്ല തിക്നെസ്സിൽ കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുമ്പും കുറച്ച് കേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. താങ്ക്